ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി 10 തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേ നമ്മൾ ധ്യാനിക്കുന്ന ദൈവത്തിന്റെ വചനം മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. പാരമ്പര്യത്തെക്കുറിച്ചും ബാഹ്യമായ ശുദ്ധിയെക്കുറിച്ചുമുള്ള തർക്കങ്ങളാണ് ഇവിടെ കാണുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർ അവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ അവർ ലംഘിക്കുന്നു. എന്നാൽ മോശ കൊടുത്ത നിയമത്തിൽ കൈ കഴുകണമെന്നൊരു നിയമം ഉണ്ടായിരുന്നില്ല. ആരാണ് യഥാർത്ഥത്തിൽ കൈ കഴുകേണ്ടവർ? നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം 30-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യത്തിലും സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബലിയർപ്പിക്കുന്നതിന് മുൻപ് പുരോഹിതന്മാർ കൈ കഴുകണം. ബലിവസ്തു ഭക്ഷിക്കുന്നതിന് മുൻപ് പുരോഹിതന്മാർ കൈ കഴുകണം. കൈ കഴുകണമെന്ന നിയമപ്രകാരം നൽകപ്പെട്ടത് പുരോഹിതന്മാർക്കായിരുന്നു. എന്നാൽ ഫരീസയരും നെയ്പ്പന്യരും തങ്ങൾ റോമാക്കാരുടെ അടിമകളായി പോയത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാതെ പോയത് കൊണ്ടാണെന്നും അതുകൊണ്ട് എല്ലാ നിയമങ്ങളും കർശനമായിട്ട് പാലിക്കണമെന്നും അങ്ങനെ കൈ കഴുകുക എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് അവർ കാണുകയും അത് ബാഹ്യമായ ആചാരങ്ങളെ അവർ മുറുകെ പിടിക്കുകയും ചെയ്തു. ഇവിടെയാണ് ക്രിസ്തു അവരെ ചോദ്യം ചെയ്യുന്നത്. ബാഹ്യമായ ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നു, എന്നാൽ ഹൃദയത്തിൽ ദൈവത്തിനോ നന്മയ്ക്കോ ഒരു സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ജീവിതത്തിൽ ബാഹ്യമായ കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം, എന്നാൽ ഹൃദയമൊക്കെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ബന്ധങ്ങളൊക്കെ എങ്ങനെയായാലും കുഴപ്പമില്ല, ബാഹ്യമായ നിയമങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. എന്നാൽ യേശു അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം കാണുന്നത് നിങ്ങളുടെ ഹൃദയമാണ് എന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, അത് വിശ്വാസം എന്നതാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരുവന് സാധിക്കില്ല. വിശ്വാസവും വിശുദ്ധിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ യേശു പറയുന്നു, വിശുദ്ധി എന്ന് പറയുന്നത് അത് സ്നേഹമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹമാണ് എന്ന് യേശു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാഹ്യമായ ഭക്തിയുടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തങ്ങളെ തന്നെ ഒരുവൻ ബാഹ്യമായ കൽപ്പനകൾ പാലിക്കുമ്പോൾ അത് തങ്ങളെ തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന, തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാകുമ്പോൾ അതൊരു വിഗ്രഹാരാധനയല്ലേ എന്ന് ക്രിസ്തു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുന്നു. ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ജനം വാക്കുകൊണ്ട് എന്നെ അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവിടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ തന്നെ ഇവിടെ ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്, യാക്കോബിന്റെ സന്തതികൾ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ആ നാമം യേശു നാമമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അഭിമാനിക്കുന്നവൻ കർത്താവിൽ മാത്രമാണ് അഭിമാനിക്കേണ്ടത് എന്ന്. നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് പാരമ്പര്യങ്ങളിലല്ല, ബാഹ്യമായ അനുഷ്ഠാനങ്ങളിലല്ല. നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് യേശു ക്രിസ്തുവിലാണെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സന്തോഷം
യേശുവിലുള്ള സന്തോഷമായിരിക്കണമെന്നും ആ സന്തോഷം ആരാധനയായിട്ട് മാറുമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. സാമൂഹ്യ ബന്ധത്തിൽ നമുക്ക് ആരോടും അകൽച്ച പാടില്ല. അത് ഏത് ഏത് വിശ്വാസത്തിലുള്ളവനായാലും സാമൂഹികപരമായ ബന്ധത്തിൽ ആരോടും അകൽച്ച വേണ്ട. എന്നാൽ വിശ്വാസപരമായ കാര്യത്തിൽ നീ അകൽച്ച പാലിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ യേശു വിളിക്കുന്നു കപട നാട്യക്കാരെ. ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം അഭിനയിക്കുന്നവരെ എന്നാണ്. ബാഹ്യമായിട്ട് അഭിനയിക്കുന്നവരെ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെ ആകാതിരിക്കാനായിട്ട് നിങ്ങളുടെ അഭിനയങ്ങളൊക്കെ നിർത്താനായിട്ട് യേശു ഓർമ്മപ്പെടുത്തുന്നു. ഇന്നിന്റെ ദിനത്തിൽ സ്വർഗം നമ്മളോട് പറയുകയാണ്, ഈശോയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരാധനയെന്ന്. ബാഹ്യമായതിനപ്പുറമായിട്ട് നമ്മുടെ ദൈവം നോക്കുന്നത് നമ്മുടെ ഉള്ളാണെന്നും വിശുദ്ധി എന്നത് സ്നേഹമാണെന്നും ഓർമ്മപ്പെടുത്തുമ്പോൾ ആ നന്മയിൽ ജീവിക്കാൻ എനിക്കും സുഹൃത്തെ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.